എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വെള്ളിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നല്ല ഹെൽത്തി ആയിട്ടുള്ള, ഒട്ടും കുഴഞ്ഞു പോകാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഈ ഒരു ഉപ്പുമാവ് കൊടുക്കുകയും ചെയ്യാം. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അടുപ്പത്തേക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രം വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവാണേ. എണ്ണയൊന്ന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കഴുകി വൃത്തിയാക്കിയ ശേഷം 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ആ ഉഴുന്നുപരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ ഇഞ്ചി കുത്തിയരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില, ഞാൻ ഒരു പച്ചമുളക് മാത്രം ഉപയോഗിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 2 ചെറിയ സവാള അരിഞ്ഞതും കൂടെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഉപ്പുമാവിനൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നുണ്ട്. ടേബിൾ സ്പൂൺ ആണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ മാത്രം പഞ്ചസാര മതി. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ ബീറ്റ്റൂട്ടാണ്. അത് നന്നായിട്ട് ചോപ്പ് ചെയ്ത് ചോപ്പറിൽ വെച്ച് തന്നെ തീരെ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തതാണ്. അത് ചോപ്പറിൽ തന്നെ വെച്ച് അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ തീരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് ആ ബീറ്റ്റൂട്ടും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ആ ബീറ്റ്റൂട്ടൊക്കെ ചേർത്തൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയും ഇതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളമാണ്, 250 ml 2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. നല്ല വെട്ടി തിളച്ച് വരിക എന്ന് പറയത്തില്ലേ, അതുപോലെ തന്നെ നല്ലതായിട്ട് തിളച്ച് വരണം. എന്നിട്ട് മാത്രമേ നമുക്ക് റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവൂ. വെള്ളം ചെറുതായിട്ട് തിളച്ച് തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ പക്ഷേ ഇപ്പം തേങ്ങ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇത് നല്ലതായിട്ട് ഒന്നുകൂടെ ഒന്ന് തിളച്ച് വരുമ്പോൾ 1.5 കപ്പ് റവ ഞാൻ വറുത്തെടുത്ത റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1.5 കപ്പ് റവയാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഏത് കപ്പിനാണോ വെള്ളം അളന്നൊഴിക്കുന്നത് അതിൽ തന്നെ വേണം റവയും അളന്നെടുക്കാൻ. 1.5 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ മാത്രമേ ഉപ്പുമാവിന് എടുക്കാവൂ. ഇങ്ങനെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് യോജിപ്പിച്ചെടുക്കുക. അന്നേരം നമുക്ക് കറക്റ്റായിട്ട് അത് ഒട്ടും കുഴഞ്ഞു പോകാതെ തന്നെ നന്നായിട്ട് യോജിച്ച് നമുക്ക് കിട്ടും. എന്നിട്ട് ആ വെള്ളത്തിനകത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം തീ ഒന്ന് കുറച്ച് വെക്കണേ. ഇനി ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാൻ. ഇതിലേക്ക് 1/4 കപ്പ് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ, 1ാം തേങ്ങാപ്പാൽ തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിക്കുക. അത് കഴിഞ്ഞ ശേഷം ചെറുതീയിൽ ഒരു 5 മിനിറ്റ് നേരം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ചെറുതീയിൽ മാത്രമേ വെച്ച് വേവിച്ചെടുക്കാവേ. ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് ഉപ്പുമാവ് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ലൊരു ഉപ്പുമാവാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഈ ഒരു രീതിക്ക് തന്നെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. സാധാരണ ഉപ്പുമാവാണെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കി എടുത്തോളൂ. ഇനി നമുക്ക് ഇതിലേക്ക് 2 കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിപ്പോഴും ചെറുതീയിൽ തന്നെ ഇത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനിയും ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി നല്ലതായിട്ട് യോജിപ്പിച്ച ശേഷം ചെറുതീയിൽ തന്നെ 1 മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഉപ്പുമാവ് തയ്യാറാക്കുമ്പോഴേ ഒരുപാട് കുഴഞ്ഞിരിക്കുന്ന ഉപ്പുമാവ് ഒത്തിരി ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എപ്പോഴും ഉപ്പുമാവ് തയ്യാറാക്കുമ്പോൾ ഒട്ടും കുഴഞ്ഞു പോകാതുള്ള രീതിയിൽ ഉള്ള ഉപ്പുമാവ് തന്നെ തയ്യാറാക്കി എടുക്കുന്നത്. ഇനിയിപ്പം തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്ത ശേഷം മാത്രം ഇതിലേക്ക് വറുത്തെടുത്ത കപ്പലണ്ടിയോ അല്ലെങ്കിൽ കാഷ്നട്ടോ ഉണക്കമുന്തിരിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ട് ലാസ്റ്റിൽ ഇങ്ങനെ ഒരു കപ്പലണ്ടിയൊക്കെ വറുത്ത് ഉപ്പുമാവിലേക്ക് ചേർത്ത് കൊടുക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്.
എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. ബീട്രൂട്ടൊക്കെ ചേർത്തോടെ നല്ല കളറും ഒക്കെ ആയിട്ടുള്ള ഉപ്പുമാവാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഇന്നെൻ്റെ ഉപ്പുമാവിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.